വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് ഹെറിഡിറ്റി ആൻഡ് വാരിയേഷനിൽ വരുന്ന അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ് സെക്സ് ഡിറ്റർമിനേഷൻ. സെക്സ് ഡിറ്റർമിനേഷൻ ബേസിക്കലി അത് ബേസ് ചെയ്തിരിക്കുന്നത് 3 ഫാക്ടേഴ്സിനെയാണ്: എൻവറോൺമെൻറ്റൽ, ജെനറ്റിക് ആൻഡ് ക്രോമസോമൽ ഫാക്ടേഴ്സ്. ക്രോമസോംസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് സെക്സ്, അതിനെയാണ് നമ്മൾ സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അതായത് സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്രോമസോംസ്, അതാണ് സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അലോംസ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇത് കൂടാതെ സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോംസിനെ നമ്മൾ ഓട്ടോസോംസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഓട്ടോസോംസ്? 1891 ഹെൻകിങ് നടത്തിയ സ്റ്റഡീസിലൂടെ സ്പെർമാറ്റോജെനിസിസ്, ചില ഇൻസെക്റ്റുകളിൽ സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നത് വഴി ഒരു സ്പെസിഫിക് ന്യൂക്ലിയർ സ്ട്രക്ചർ കിട്ടുന്നതായി അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. കൂടാതെ 50% സ്പേമുകൾക്കും ഈയൊരു ഘടന ലഭിച്ചതായും 50% സ്പേമുകൾക്ക് ഈ ഒരു ഘടന ലഭിച്ചിട്ടില്ല എന്നതും അദ്ദേഹം ഒബ്സർവ് ചെയ്യുകയുണ്ടായി. ഹെൻകിങ് കണ്ടുപിടിച്ച ആ സ്ട്രക്ചേഴ്സിന് അദ്ദേഹം എക്സ് ബോഡി എന്ന പേര് നൽകി. അതിനുശേഷം ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് മറ്റുള്ള സയൻറ്റിസ്റ്റുകൾ നടത്തുകയുണ്ടായി. അത്തരം ഇൻവെസ്റ്റിഗേഷന് ശേഷം സയൻറ്റിസ്റ്റുകൾ ഈ ഹെൻകിൻ്റെ എക്സ് ബോഡി എന്ന് പറയുന്നത് എക്സ് ക്രോമസോം ആണ് എന്ന് കൺക്ലൂഡ് ചെയ്തു. എക്സ് ക്രോമസോംസ് ഡിസ്കവർ ചെയ്തത് 1902 സ്റ്റീവൻസ് ആണ്. ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഫസ്റ്റ് വൺ ആണ് ഹെറ്ററോഗാമറ്റിക് മെയിൽ, അതായത് XX ഫീമെയിൽ ആൻഡ് XO മെയിൽ. അതിന് നമ്മൾ XX XO ടൈപ്പ് എന്നാണ് പറയുന്നത്. ഇവിടെ മെയിൽ ഈസ് ഹെറ്ററോഗാമറ്റിക് ആൻഡ് ഫീമെയിൽ ഈസ് ഹോമോഗാമറ്റിക്. മെയിൽ ഒരു തരത്തിലുള്ള ക്രോമസോമിനെ മാത്രമാണ് അത് കാണിക്കുന്നത്. ദർഫോർ ഈ മെയിൽ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് സ്പേംസ്, 2 തരത്തിലുള്ള സ്പേംസിനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. A+Xും അതുപോലെ A+Oയും. ഇതിൽ A എന്ന് പറയുന്നത് ഓട്ടോസോമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫീമെയിൽ ആണെങ്കിലോ അത് ഒരു തരത്തിലുള്ള 1 ടൈപ്പ് ഓഫ് എഗ്ഗിനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് A+X എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അത് ഡിനോട്ട് ചെയ്യുന്നത് ഓട്ടോസോമിനെയാണ്. ഓട്ടോസോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോമാണ് ഓട്ടോസോം. എക്സാമ്പിൾ: ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച്, അസ്കാരിസ്, പ്ലാറ്റിപ്പസ്, പ്ലാന്റ്, ഡിസ്കോറിയ. നെക്സ്റ്റ് XX ഫീമെയിലും XY മെയിലും. അപ്പോൾ ആ ടൈപ്പിനെ നമ്മൾ XX XY ടൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദിസ് ടൈപ്പ്, ഈ ഒരു ടൈപ്പിൽ മെയിൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഹെറ്ററോഗാമറ്റിക് തന്നെയാണ്. ദാറ്റ് പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് ഗാമേറ്റ്സ്. ഏതൊക്കെയായിരിക്കും? A+Xും അതുപോലെ A+Yയും. വെറാസ് ഫീമെയിൽ എന്ന് പറയുന്നത് ഹോമോഗാമറ്റിക് ആണ് ആൻഡ് ഫോംസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ഗാമറ്റ്. അതേതാണ്? A+X ആയിരിക്കും. എക്സാമ്പിൾസായി പറയുന്നത് മാമൽസ് ഇൻക്ലൂഡിങ് മാൻ, ഡ്രോസോഫില ആൻഡ് പ്ലാന്റ് മെലാൻഡ്രിയം. സെക്കൻഡ് വരുന്നതാണ് ഹെറ്ററോഗാമറ്റിക് ഫീമെയിൽ. ഇവിടെ ഫീമെയിലാണ് ഹെറ്ററോഗാമറ്റിക് ആയിട്ട് വരുന്നത്. ആ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ZW ഫീമെയിലും ZZ മെയിലും ആണ്. ഇൻ ദിസ് ടൈപ്പ്, ഈ ഒരു ടൈപ്പിൽ ഫീമെയിൽ എന്ന് പറയുന്നത് ഹെറ്ററോഗാമറ്റിക് ആണ് ആൻഡ് പ്രൊഡ്യൂസ് 2 ടൈപ്പ് ഓഫ് ഓവ. 2 ടൈപ്പ് ഓവയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരിക്കും? A+Zഉം A+Wയും. മെയിൽ എന്ന് പറയുന്നത് ഹോമോഗാമറ്റിക് ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്പേമിനെയാണ്, അതാണ് A+Z എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ബേർഡ്സ്, റെപ്റ്റൈൽസ്, സം ഫിഷസ്, പിന്നെ കോക്ക്, ഹെന്ന് ആൻഡ് ഫ്രജാരിയ. സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻസിൽ ഉള്ള ഒരു സെക്സ് ഡിറ്റർമിനിങ് മെക്കാനിസം എന്ന് പറയുന്നത് XY ടൈപ്പാണ്. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ 23 പെയേഴ്സ് ക്രോമസോംസ് ആണ് ഉള്ളത്, അതായത് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ആ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസിൽ 22 പെയേഴ്സും എക്സാക്ട്ലി സെയിം ആയിരിക്കും. മെയിൽസിലും ഫീമെയിൽസിലും അത് എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഫീമെയിൽസിലാണെങ്കിൽ ഒരു പെയർ ഓഫ് X ക്രോമസോംസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്നാൽ മെയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു Xും Y ക്രോമസോംസിൻ്റെ പ്രസൻസ് ആണ്. അതുപോലെ ഒരു സ്പെർമാറ്റോജെനിസിസിൻ്റെ സമയത്ത്, അതായത് ബീജസങ്കലനം നടക്കുന്ന ആ ഒരു സമയത്ത് എമംഗ് മെയിൽ പ്രൊഡ്യൂസ്, മെയിൽ എന്താണ് 2 ടൈപ്പ് ഓഫ് സ്പേംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 50% X ക്രോമസോമും 50% Y ക്രോമസോംസും. എന്നാൽ
ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഓവമാണ് വിത്ത് ആൻ എക്സ് ക്രോമസോംസ്. There is an equal probability of fertilization of the ovum with the sperm carrying either X or Y chromosomes. അതായത് എക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേമും അതുപോലെ വൈ ക്രോമസോം ക്യാരി ചെയ്യുന്ന ആ ഒരു സ്പേമും ഓവമായിട്ട് ഫെർട്ടിലൈസേഷൻ നടത്താനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ് കാണിക്കുന്നത്. ഇൻ കേസ് ദ ഓവം ഫെർട്ടിലൈസേഴ്സ് വിത്ത് ദ സ്പേം carrying X chromosome, the zygote develop into a female. അതായത് എക്സ് ക്രോമസോം ക്യാരി ചെയ്യുന്ന ഒരു സ്പേമുമായിട്ടാണ് ഈ ഓവം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന സൈഗോട്ട് ഒരു ഫീമെയിലായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് വിത്ത് ഇത് വൈ ക്രോമസോം ആണെന്നുണ്ടെങ്കിലോ ഒരു വൈ ക്രോമസോം ക്യാരി ചെയ്യുന്ന സ്പേമുമായിട്ടാണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്കിൽ അത് ഒരു മെയിൽ ഓഫ് സ്പ്രിങ് ആണ് ഉണ്ടാക്കുന്നത്. ഇൻ ഈച്ച് പ്രഗ്നൻസി, ഓരോ പ്രഗ്നൻസിയിലും ദർ ഈസ് ഓൾവേസ് 50% പ്രോബബിലിറ്റി ഓഫ് എയ്തർ മെയിൽ ഓർ ഫീമെയിൽ ചൈൽഡ്. അപ്പോൾ എന്താണ്, ഒരു കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ മെയിലിൻ്റെ ഈ ഒരു സ്പേം, അതായത് ക്രോമസോംസ് എക്സ് ക്രോമസോമും അതുപോലെ വൈ ക്രോമസോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. മ്യൂട്ടേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ജനറ്റിക് മെറ്റീരിയൽസ്. ജനറ്റിക് മെറ്റീരിയൽസിൽ ഉണ്ടാവുന്ന ഒരു സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും, റിസൾട്ട് ഇൻ ദ ഓൾട്ടറേഷൻ ഓഫ് ഡി എൻ എ സീക്വൻസസിൽ ഓൾട്ടറേഷൻ ഉണ്ടാക്കുന്നു, ചേഞ്ചസ് ഉണ്ടാക്കുന്നു. അതുപോലെ ആൻഡ് കൺസിക്വൻ്റ്ലി അതുവഴി എന്തുണ്ടാവുന്നു, ഫീനോടൈപ്പ്, ഒരു ഓർഗാനിസത്തിൻ്റെ ഫീനോടൈപ്പിലും ജീനോടൈപ്പിലും അത് ചേഞ്ചസ് ഉണ്ടാക്കുന്നു. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദ വാരിയേഷൻ ഇൻ ഡി എൻ എ, അതുവഴി ഡി എൻ എയിൽ ഒരു വാരിയേഷൻ ഉണ്ടാവുന്നു. ലോസ് അല്ലെങ്കിൽ ഡിലീഷൻ ഓർ ഗെയിൻ എന്ന് പറയുമ്പോൾ ഇൻസേർഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് ഡി എൻ എ റിസൾട്ട് ഇൻ ഓൾട്ടറേഷൻ ഇൻ ക്രോമസോംസ്. എന്താണ്, ഒരു സെഗ്മെൻറ്റ്, അതായത് ഒരു ഡി എൻ എ സെഗ്മെൻറ്റിൽ ഉണ്ടാവുന്ന ഒന്നില്ലെങ്കിൽ ഡിപ്ലീഷനോ അല്ലെങ്കിൽ ഇൻസേർഷൻ, അത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ, അതുവഴി എന്ത് സംഭവിക്കുന്നു, ക്രോമസോമിൽ ഓൾട്ടറേഷൻ സംഭവിക്കുന്നു. ഓൾട്ടറേഷൻ ഇൻ ക്രോമസോംസ് റിസൾട്ട് ഇൻ ദ അബ്നോർമാലിറ്റീസ് ഓർ അബറേഷൻസ്. എന്താണ്, ഈ ക്രോമസോമിൽ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാകുന്നു, അബ്നോർമാലിറ്റീസും അതുപോലെ തന്നെ അബറേഷൻസും ഉണ്ടാവാൻ കാരണമാകുന്നു. ക്രോമസോമൽ അബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ ക്യാൻസർ സെൽസ്. ഈ ക്രോമസോമൽ അബറേഷൻ എന്ന് പറയുന്നത് അത് കോമൺലി അത് കാണുന്നത് ക്യാൻസർ സെൽസിലാണ്. മ്യൂട്ടേഷൻ അറൈസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് ഡി എൻ എ. അതായത് ഒരു ഡി എൻ എയുടെ ഒരു സിംഗിൾ ബേസ് പെയറിലാണ് മ്യൂട്ടേഷൻ ഉണ്ടാവുന്നതെങ്കിൽ അതിനെന്ത് പറയുന്നു, ദിസ് ഈസ് നോൺ ആസ് പോയിൻ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ. ഡിലീഷൻസ് ആൻഡ് ഇൻസേർഷൻ ഓഫ് എ ബേസ് പെയേഴ്സ് ഓഫ് ഡി എൻ എ. ഒരു ഡി എൻ എയുടെ എന്താ പറയുക, ഡി എൻ എയിൽ ഒരു ബേസ് പെയറിൻ്റെ ഒന്നില്ലെങ്കിൽ ഡിലീഷനോ ഇൻസേർഷനോ കോസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അത് എന്തുണ്ടാക്കുന്നു, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നു. ദർ ആർ മെനി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഡ്യൂസ് മ്യൂട്ടേഷൻ. അവിടെ എന്താണ്, ഒത്തിരി കെമിക്കൽ അതുപോലെ തന്നെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു മ്യൂട്ടേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നതിനായിട്ട്. ദീസ് ആർ റെഫേഴ്സ് ടു ആസ് മ്യൂട്ടേജൻസ്. ഇതിനെയാണ് നമ്മൾ മ്യൂട്ടേജൻസ് എന്ന് പറയുന്നത്. യു വി റേഡിയേഷൻ ക്യാൻ കോസ് മ്യൂട്ടേഷൻ ഇൻ ഓർഗാനിസംസ്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ മ്യൂട്ടേജൻ. അപ്പോൾ ഈ യു വി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ മ്യൂട്ടേജനാണ്, അത് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ജനറ്റിക് ഡിസോർഡേഴ്സ്. പെഡിഗ്രി അനാലിസിസ്. ആൻ അനാലിസിസ് ഓഫ് ട്രൈറ്റ്സ് ഇൻ എ സെവറൽ ഓഫ് ജനറേഷൻ ഓഫ് എ ഫാമിലി ഈസ് കോൾഡ് ദ പെഡിഗ്രി അനാലിസിസ്. അതായത് ഒരു ഫാമിലിയുടെ സെവറൽ ജനറേഷനിൽ ഉണ്ടാവുന്ന ട്രൈറ്റ്സിൻ്റെ അനാലിസിസ്, അതിനെയാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻ ദ പെഡിഗ്രി അനാലിസിസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ ട്രൈറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫാമിലി ട്രീ ഓവർ ജനറേഷൻ. ഈ പെഡിഗ്രി അനാലിസിസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഇൻഹെറിറ്റൻസ്, അതായത് ഒരു പർട്ടിക്കുലർ ട്രൈറ്റിൻ്റെ ഇൻഹെറിറ്റൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫാമിലി ട്രീ, അതായത് ഓവർ ജനറേഷനിൽ അവരുടെ ഒരു ഫാമിലി ട്രീയിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത് വെക്കുന്നു. പെഡിഗ്രി സ്റ്റഡി ഈസ് യൂട്ടിലൈസ്ഡ് ടു ട്രൈസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് സ്പെസിഫിക് ട്രൈറ്റ്സ് അബ്നോർമാലിറ്റി ഓർ ഡിസീസ്. ചില സ്പെസിഫിക് ട്രൈറ്റ്സ് അബ്നോർമാലിറ്റി അതുപോലെ തന്നെ ഡിസീസ് അതിൻ്റെയൊക്കെ ഇൻഹെറിറ്റൻസിനെ ട്രൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പെഡിഗ്രി സ്റ്റഡി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇതിനൊരു സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞൊരു ചാർട്ട് തന്നെയുണ്ട്.
ജനറ്റിക് ഡിസോർഡേഴ്സിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. മെൻ്റലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഇനി നമുക്ക് മെൻ്റലിയൻ ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കാം. കോമൺ മെൻ്റലിയൻ ഡിസോർഡേഴ്സ് ആണ് കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫീനൽ കീറ്റോനൂറിയ, തലാസ്മിയ, സിസ്റ്റിക് ഫൈബ്രോസിസ് എക്സെട്ര. കളർ ബ്ലൈൻഡ്നെസ് എന്താ നോക്കാം. ഇതൊരു സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റിസസീവ് ഡിസോർഡർ ആണ്. ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഇൻ എയ്തർ റെഡ് ഓർ ഗ്രീൻ കോൺ ഓഫ് ദ ഐ. അതായത് നമ്മുടെ കണ്ണിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കോണിൽ ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് റിസൾട്ടിങ് ഇൻ, അതുവഴി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് റെഡ് കളറിനെയും അതുപോലെ തന്നെ ഗ്രീൻ കളറിനെയും നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. It is due to the mutation in certain genes present in the X chromosome. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എക്സ് ക്രോമസോമിൽ പ്രസൻ്റ് ആയിട്ടുള്ള ചില ജീനുകളിൽ ഉള്ള മ്യൂട്ടേഷൻ വഴിയാണ് ഈ ഒരു അസുഖം വരുന്നത്. It occurs in about 8% of male and only about 4% of female. അതായത് ഇത് ഉണ്ടാവുന്നത് ഒരു 8% വരുന്ന ബോയ്സിലും അല്ലെങ്കിൽ മെയിൽസിലും അതുപോലെ തന്നെ ഒരു 0.4% വരുന്ന ഗേൾസിലും ആണ്. ഇനി ഇതെങ്ങനെയാണ് ഒരു കുട്ടിക്ക് പകരുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്ന് വെച്ചാൽ യൂഷ്വലി എക്സ് ക്രോമസോം ഓഫ് ദ മദർ ഈസ് അഫക്റ്റഡ്. ഈ അമ്മയുടെ എക്സ് ക്രോമസോം എന്ന് പറയുന്നത് അഫക്റ്റഡ് ആണ് എങ്കിൽ ഷീ മേ ബി ദ കാരിയർ, അവളായിരിക്കും അതിൻ്റെ ഒരു കാരിയറായിട്ട് വരുന്നത്. ആ കുട്ടിക്ക് അസുഖം നൽകുന്നത് അമ്മയിൽ നിന്ന് ആയിരിക്കും. ആൻഡ് സൺ എക്സ്പ്രസ് ദിസ് ഡിസീസ്. നെക്സ്റ്റ് വൺ ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഹീമോഫീലിയ എന്ന് വെച്ചാൽ അതും ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസാണ്. അതായത് എക്സ് ക്രോമസോം ലിങ്ക്ഡ് ആണിത്. ഇതെങ്ങനെയാണ്, ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ഒരു സിമ്പിൾ കട്ട്, ഒരു ചെറിയ രീതിയിൽ തന്നെ കൈ മുറിയുകയോ എന്തെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട് ഇൻ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ്. അതുവഴി എന്തായിരിക്കും, നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ബ്ലീഡിങ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. ബ്ലഡ് ക്ലോട്ടിങ്ങിന്, അതായത് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ഒരു സീരീസ് ഓഫ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും, അല്ലെ, ഒരു കസ്കേഡ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. അതിലുള്ള ഒരു സിംഗിൾ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീന് അഫക്റ്റഡ് ആവുമ്പോഴാണ് ഈ ഒരു ഡിസീസ് ഉണ്ടാവുന്നത്. ഹെറ്ററോസൈഗസ് ഫീമെയിൽ, അതായത് ഇവിടെ കാരിയർ ആയിട്ട് വരുന്നത് ഈ ഒരു ഫീമെയിലാണ്. ഫോർ ഹീമോഫീലിയ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺസ്. അവരുടെ മക്കൾക്ക് എന്ത് ചെയ്യുന്നു, മകന് ഈ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദ പോസിബിലിറ്റി ഓഫ് എ ഫീമെയിൽ ബിക്കം ഹീമോഫിലിക് ഈസ് എക്സ്ട്രീംലി റയർ. ഒരു ഫീമെയിൽ ഹീമോഫിലിക് ആവാനുള്ള ആ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ ക്യൂൻ വിക്ടോറിയ വാസ് ദ കാരിയർ ഓഫ് ദ ഡിസീസ്. നെക്സ്റ്റ് വരുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ ബീറ്റാഗ്ലോബിൻ ചെയിനിൽ സാധാരണയായിട്ട് ഗ്ലൂട്ടാമിക് ആസിഡാണ് 6ാമത്തെ പൊസിഷനിൽ വരുന്നത്. എന്നാൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ഒരു പേഷ്യൻറ്റിന് അയാളുടെ ഈ ഒരു ബീറ്റാഗ്ലോബിൻ ചെയിനിൻ്റെ 6ാമത്തെ പൊസിഷനിലായിട്ട് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരമായി അവിടെ വാലിൻ എന്ന അമിനോ ആസിഡാണ് ഉണ്ടായിരിക്കുക. ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് പോളിമറൈസേഷൻ സംഭവിക്കുന്നു അണ്ടർ ലോ ഓക്സിജൻ ടെൻഷൻ, that causing the changes in shape of the RBC from biconcave disc to elongated sickle-like structure. Under a low oxygen tension, mutant hemoglobin molecules polymerization സംഭവിക്കുമ്പോൾ ബൈകോൺകേവ് ഡിസ്ക് ആയിട്ടുള്ള ഈ ആർ ബി സിയുടെ ഷേപ്പിൽ ചേഞ്ചസ് വന്നിട്ട് അത് ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നു. അതായത് ഒരു അരിവാളിൻ്റെ പോലത്തെ ഷേപ്പുള്ള ഒരു സ്ട്രക്ചറായിട്ട് അത് മാറുന്നു. ഫീനൽ കീറ്റോനൂറിയ, ഇതൊരു ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ് ആൻഡ് ഓട്ടോസോമൽ റെസസീവ് ട്രൈറ്റ് കൂടിയാണ്. ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ട്രയോസിൻ ആക്കി മാറ്റുന്ന, അതിനെ അങ്ങനെ ട്രയോസിൻ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ആ ഒരു എൻസൈമിൻ്റെ അഭാവമാണ് ഈ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻസൈം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഫീനൈൽ അലാനിൻ അക്യുമുലേറ്റഡ് ആവുന്നു. അത് പൈറുവിക് ആസിഡ്, അതായത് ഫീനൈൽ പൈറുവിക് ആസിഡും അതിൻ്റെ മറ്റ് ഡെറിവേറ്റീവ്സുമായിട്ട് അത് കൺവേർട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. ഫീനൈൽ പൈറുവിക് ആസിഡ് അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ അക്യുമുലേഷൻ ബ്രെയിനിൽ നടക്കുകയാണെങ്കിൽ ദാറ്റ് റിസൾട്ട് ഇൻ മെൻ്റൽ റിട്ടാർഡേഷൻ. തലാസീമിയ ഇതൊരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ബ്ലഡ് ഡിസീസാണ്. ഇത് ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാവുന്നത് ഏതർ മ്യൂട്ടേഷൻ വഴിയോ അല്ലെങ്കിൽ ഡിലീഷൻ വഴിയോ ആണ്, വിച്ച് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദ reduced rate of the synthesis of one of the globin chains.
വൺ ഓഫ് ദ ഗ്ലോബിൻ ചെയിൻസിൻ്റെ സിന്തസിസിൻ്റെ റേറ്റിൽ ഒരു ഇടിവ് സംഭവിക്കുന്നു. ദിസ് കോസ് ദ ഫോർമേഷൻ ഓഫ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് റിസൾട്ടിങ് ഇൻ ടു അനീമിയ വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡിസീസ്. അതുവഴി അബ്നോർമൽ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ഫോം ചെയ്യുകയും അത് അനീമിയയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഹീമോഗ്ലോബിൻ്റെ ഏത് ചെയിനാണോ അഫക്റ്റഡ് ആയിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ട് തലാസ്മിയനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇൻ ആൽഫ തലാസ്മിയ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഈസ് അഫക്റ്റഡ്. ആൽഫ തലാസ്മിയയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബീറ്റാ ഗ്ലോബിൻ ചെയിനാണ് അഫക്റ്റഡ് ആവുന്നത് ആൻഡ് ഈസ് കൺട്രോൾഡ് ബൈ 2 ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ്. 2 ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് HbA1 ആൻഡ് HbA2. ബീറ്റാ തലാസ്മിയ ഈസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ജീൻ ആണ്. ദെൻ HBB ഓൺ ക്രോമസോം 11 ഓഫ് ഈച്ച് പാരൻറ്റ് ആൻഡ് ഒക്കർ ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഓഫ് വൺ ഓഫ് ദ ബോത്ത് ജീൻസ്. നെക്സ്റ്റ് വരുന്നതാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് ഒന്നുകിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ക്രോമസോംസിൻ്റെ ക്രോമസോമൽ അറേഞ്ച്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ അതിൽ ഒരു ക്രോമസോമിൻ്റെ എക്സസ് മൂലമോ അല്ലെങ്കിൽ ആബ്സെൻസ് മൂലമോ ഒക്കെയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഫോളോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ ഇറ്റ് ഈസ് ഓൾവേസ് ഡോർമെൻ്റ് ആയിരിക്കും. ഇതെപ്പോഴും ഡോർമെൻ്റ് ആയിട്ട് കാണപ്പെടുന്നതാണ്. കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രം, ടേണേഴ്സ് സിൻഡ്രം, ക്ലിൻഫെൽറ്റർ സിൻഡ്രം ആൻഡ് പോളിപ്ലോയിഡി എക്സെട്ര.